അസ്സലാമലൈക്കും. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞിരുന്നു വീട്ടിൽ വെച്ച് എങ്ങനെ ടൊമാറ്റോ സോസ് ഉണ്ടാക്കുക എന്നുള്ളത്. ഷോപ്പുകളിൽ നിന്നൊക്കെ കിട്ടുന്ന അതേ ടേസ്റ്റിൽ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഡിഷാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. അതിനായിട്ട് ഞാൻ ഇവിടെ 7 തക്കാളിയാണ് എടുത്തിട്ടുള്ളത്. പഴുത്ത തക്കാളി ആയാലും ഏറ്റവും നല്ലത്. ഞാൻ ഇവിടെ പഴുത്ത തക്കാളിയാണ് എടുത്തിട്ടുള്ളത്. അതിൻ്റെ നടുഭാഗം കട്ട് ചെയ്തിട്ട് മുകൾ ഭാഗം നമുക്ക് ഒഴിവാക്കണം. മുകൾ ഭാഗം ഒഴിവാക്കുന്നത് വിഷാംശം ഇല്ലാതിരിക്കാനാണ്. അടുത്തതായിട്ട് ഗ്യാസുമ്മേ നമ്മൾ കുക്കർ വെച്ചിട്ടുണ്ട്. അതിലോട്ട് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം, അടി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി തക്കാളി അതിലോട്ട് ഇട്ട് കൊടുക്കാം. തക്കാളി ഇട്ടതിന് ശേഷം അതിലോട്ട് 6 ഗ്രാമ്പും ഒരു പട്ടയുടെ കഷ്ണവും ഇട്ട് കൊടുക്കണം. അതിൻ്റെ ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇനി അത് കുക്കർ അടച്ചു വെച്ച് നമുക്കത് വേവിച്ചെടുക്കാം. അപ്പോൾ നമ്മൾ തക്കാളി ഇവിടെ നല്ലോണം വെന്തിട്ടുണ്ട്. ഒരു 3 വിസിലായപ്പോഴത്തേന് നമ്മളത് എടുത്തിട്ടുണ്ട്. നേരത്തെ ചേർത്ത ഗ്രാമ്പും പട്ടയും തീന്ന് ഒഴിവാക്കിയതിന് ശേഷം നമുക്ക് മിക്സീൻ്റെ ജാറിലോട്ട് ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് നന്നായി ഒന്ന് അടിച്ചെടുക്കണം. അരിച്ചെടുത്ത തക്കാളി നമുക്കിനി ഒരു പാത്രത്തിലോട്ട് മാറ്റണം. പാത്രത്തിലോട്ട് മാറ്റിയതിന് ശേഷം നന്നായിട്ട് അത് അരിച്ചെടുക്കണം. അരിച്ചെടുക്കുന്നത് ഞാൻ ഇവിടെ കാണിക്കുന്നില്ല. അരിച്ചെടുക്കുന്നത് എന്തിനാന്ന് വെച്ചാൽ കുരുവിൻ്റെ അംശങ്ങളൊന്നും പെടാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അരിച്ചെടുത്ത തക്കാളി ജ്യൂസാണിത്. ഇത് നമുക്കൊന്ന് ഈ ചട്ടിയിലോട്ട് മാറ്റാം. ഇനി അത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. അതിനുശേഷം നമുക്ക് അതിലോട്ട് 2 ടീസ്പൂൺ മുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. നല്ലോണം അത് മിക്സ് ചെയ്യണം. അപ്പോൾ നമ്മൾ തക്കാളി ജ്യൂസ് നല്ലോണം തിളച്ച് വന്നിട്ടുണ്ട്. പിന്നെ അതിലേക്ക് ചേർക്കാൻ വേണ്ടിയിട്ട് 2 ശർക്കരയും കുറച്ച് വിനെഗറിയും ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വിനെഗർ ആദ്യം അതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. ഇഷ്ടമുള്ള അളവൊക്കെ ചേർക്കാം. നമ്മൾ എടുക്കുന്ന തക്കാളിക്ക് അനുസരിച്ചിട്ടാണ് വിനെഗർ ആഡ് ചെയ്ത് കൊടുക്കേണ്ടത്. ഇനി അത് നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കണം. നല്ല മിക്സ് ചെയ്തതിന് ശേഷം നല്ല തിളച്ച് വന്നിട്ടുണ്ട് നമ്മളെ തക്കാളി സോസ്. അപ്പോൾ അതിലോട്ട് നമുക്ക് എടുത്ത് വെച്ചിട്ടുള്ള ശർക്കര ആഡ് ചെയ്ത് കൊടുക്കാം. ലാസ്റ്റായിട്ടാണ് നമ്മൾ ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ 1 ടീസ്പൂൺ ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മൾ ശർക്കരയൊക്കെ നല്ലോണം അലിഞ്ഞ് ചേർന്നതിന് ശേഷമാണ് ഉപ്പ് നമ്മൾ ആഡ് ചെയ്യുന്നത്. അപ്പോൾ സോസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഇട്ട പോലെ തന്നെ ചിക്കൻ കബാബിൻ്റെ കൂടെയോ ഇതുപോലെ തന്നെ എല്ലാ സ്നാക്സിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റും. ഷോപ്പിൽ നിന്നൊക്കെ കിട്ടുന്ന അതേ ടേസ്റ്റിലുള്ള സോസാണ്. എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ റെസിപ്പി എല്ലാവരും ഉണ്ടാക്കി നോക്കണം. അതുപോലെ തന്നെ എൻ്റെ വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടപ്പുറത്തെ ബെല്ലൈക്കൺ അമർത്തുക. താങ്ക്സ് ഫോർ വാച്ചിങ്.